ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണേ. നമ്മൾ ഇന്നിതാ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഇങ്ങനത്തെ വള ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനത്തെ മാത്രമല്ല, 2 വെറൈറ്റി വേറെ തരത്തിലുള്ള വള കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഇങ്ങനത്തെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനത്തെ കുപ്പി വേണമെങ്കിലും എടുക്കാം, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അതിലൊട്ടിക്കാൻ കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്. കുപ്പിയുടെ ആ ഒരു നെരുപ്പായിരിക്കുന്ന വശം ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് വളയ്ക്ക് എത്രമാത്രം വീതി വേണമോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഒരു അയൺ ബോക്സിൻ്റെ അവിടെ വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതിനുശേഷം ഇതിനകത്ത് പശ നന്നായിട്ട് തേച്ചിട്ട് ഈ തുണി നമ്മളെടുക്കുന്ന ഏത് ഡിസൈനിലുള്ള തുണിയാണെങ്കിലും ഇതിൻ്റെ മേളിൽ ഒട്ടിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ ഒരു വള നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒരു പണിയില്ല ഇതിനകത്ത്. വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ അതുപോലെ തന്നെ വേറെ തുണിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു വള. അതിൽ ഞാൻ കുറച്ച് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ ഇത്ര വള വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. വളയുടെ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു മെയിൻ സംഭവം കൂടെ വരാനുണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വളയുടെ സംഭവം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അതിന് ഞാൻ കുപ്പി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് വീതിക്കാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഈ കടവളയൊക്കെ പോലെ, അതായത് നമ്മൾ കയ്യിലിങ്ങനെ ക്ലോസ്ഡ് അല്ലാത്തതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇടുന്നത്. ആ വള എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷ് വരുന്ന രീതിക്കാണ് ഈ വള ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് 2ആയിട്ട് മടക്കുന്ന കൂടെയുണ്ട്. അതിനൊരു ഷേപ്പ് വരാൻ വേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത്. മറ്റേ വള പോലെ തന്നെ ഇത് അയൺ ബോക്സ് വെച്ചിട്ട് 2 സൈഡൊന്ന് ചൂടാക്കിയും കൂടി എടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു വണ്ണം കൂടിയ ഒരു കുപ്പിയുടെ മേളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലെ സ്പെഷ്യൽ ഡെക്കറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളയുടെ എഫക്റ്റ് വരാൻ, അതായത് ഒരു കടവളയുടെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുക്ക് 2 സൈഡിലും മിറർ വർക്ക് ചെയ്തിട്ട് നടുക്കായിട്ട് പഴയ ഇയർഫോണിൻ്റെ വയറാണ് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യം ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ സിൽവർ കളറിലെ പൗഡറാണ് ഞാൻ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ബ്ലാക്ക് മെറ്റൽ വളയുടെ ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.